ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് കൗണ്ടി കെറിയിലോട്ടാണ്. കെറി എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് ഏരിയ ഉള്ള സ്ഥലമാണെന്നാണ് കേട്ടേക്കുന്നത്. അപ്പോൾ ഞങ്ങളത് പോകുന്നത് മെയിനായിട്ട് കില്ലർണി നാഷണൽ പാർക്ക്, റിങ് ഓഫ് കെറി, അതൊക്കെയാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ് കാണുന്നത്. പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു തടാകം പോലത്തെ ഒരു സ്പേസ് കണ്ടു. അവിടെ കുറേ ആൾക്കാരൊക്കെ വണ്ടികൾ നിർത്തുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. നല്ലൊരു മനോഹരമായൊരു ഏരിയ ആയിരുന്നു. ചെറിയൊരു സ്പേസ്, അവിടെ ഫിഷിങ്ങിനൊക്കെ ഉള്ളൊരു ആൾക്കാരൊക്കെ അപ്പുറം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അവിടെ നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആയിരുന്നു. പിള്ളേരുടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. കുറേ നേരം അവർ ആ വെള്ളത്തിലൊക്കെ നിന്ന് ഇറക്കിയില്ല, ജസ്റ്റ് അവിടെ നല്ല ചെറിയൊരു രാവിലെ കേട്ടോ ഇത്, ചെറിയൊരു തണുപ്പും കാര്യങ്ങളും അതിനൊപ്പം തന്നെ വെയിലും, നല്ല രസമായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ തന്നെയായിരുന്നു അവിടെ കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല പ്രകൃതി രമണീയമായ പച്ചപ്പോട് കൂടിയുള്ളൊരു സ്ഥലമായിരുന്നു. ഒപ്പം തന്നെ ചെറിയൊരു പുഴ അവിടെ, അതായിരുന്നു അവിടുത്തെ. അപ്പുറത്തെ സൈഡിലൊക്കെ ഫിഷിങ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഫിഷിങ് ചെയ്യാനുള്ള വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നത് കണ്ട്. ഒരാൾ മാത്രമേ അവിടെ രാവിലെ അല്ലെങ്കിൽ മോർണിംഗ് ആയതുകൊണ്ടായിരിക്കും അറൗണ്ട് 8 o'clock - 8 to 9 o'clock ആണെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഫിഷിങ്ങിനൊക്കെയുള്ള വണ്ടികളും മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ട് അവിടെ പാർക്കിങ്ങിൽ കണ്ടു. അവരൊക്കെ അങ്ങോട്ട് ഫിഷിങ്ങിനായിട്ട് വരുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ കുറച്ച് നേരം നടന്നു കേട്ടോ. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കൊക്കെ വേണ്ടി അവനെ ഇങ്ങനെ നടത്തുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ കില്ലർണി നാഷണൽ പാർക്കിൻ്റെ അവിടെ എത്തി. അവിടെ ഒരു വാട്ടർഫോളുണ്ട്, ടോർക്ക് വാട്ടർഫോൾ എന്നാണ് പറയുന്നത്. അത് കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. ശകലം ഒരു കയറ്റം പോലെയുണ്ട്. കയറ്റത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. ഞങ്ങളങ്ങോട്ട് നടക്കുക കേട്ടോ. സ്റ്റോളറൊന്നും എടുത്തില്ല, കുറച്ച് നടക്കാനേ ഉള്ളത്. ഇതാണ് ഒരു ചെറിയ വാട്ടർഫോൾ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ ആൾക്കാർ അവിടെ ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലോട്ടൊക്കെ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് നടക്കാനായിട്ട്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് നടക്കാനൊന്നും പോയില്ല, കാരണം കൊച്ചിന് സ്റ്റോളറൊന്നും എടുത്ത് പോകാൻ പറ്റത്തില്ല, സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ നടക്കാതെയാണ് പോയത്, അങ്ങോട്ട് നടന്നില്ല. അത് ഞങ്ങൾ ആ വാട്ടർഫോൾ കണ്ടതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് താഴോട്ട് വരുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് താഴോട്ട് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേനാണ് ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ രാവിലെയാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ഏകദേശം ഞങ്ങൾ ഇറങ്ങി താഴെ എത്തി. കൊച്ചും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ നടന്നുകൊണ്ടാണ് ഈ വരുന്നത്. അങ്ങനെ താഴത്തെ അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ടോയ്ലറ്റൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് അവിടെ തന്നെ ഉപയോഗിക്കുക. ഇവിടെ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ജണ്ടിങ് കാറ്. ഞങ്ങൾ അതിലും കയറി കേട്ടോ. ഒരു കുതിരയാണ്. അപ്പം ഇതിന് ഫീസുണ്ട്. 1 hour ആണ് കുതിര ഇതിലുള്ള സവാരി എന്ന് പറയുന്നത്. 1 hour ആണ്. 70 euro ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അപ്പം ഞങ്ങളെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കൊച്ചുങ്ങളെ കൊണ്ട് നടക്കാൻ കുറേ ദൂരമുണ്ട്, പക്ഷേ സൈക്കിൾ ചെയ്ത് നമുക്ക് പോകാം. സൈക്ലിങ്ങിന് പറ്റിയൊരു ഏരിയയാണ്. പക്ഷേ ഇങ്ങനെ ടൂറായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഈ ജെൻഡിങ് കാറിലാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ പോകുന്നത്, ഇവിടെ ഒരു ഹൗസുണ്ട്, മക്രൂസ് ഹൗസ് എന്ന് പറയുന്നൊരു ഹൗസുണ്ട്. അങ്ങോട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് കേട്ടോ. ടോട്ടൽ 1 hour ആണ്. ഒരു യാത്ര ഒരു 20 to 25 minutes ഉണ്ട്. അതിന് ശേഷം അവർ നമ്മളവിടെ ഇറക്കി വിട്ടിട്ട് ആ മക്രൂസ് ഹൗസ്, അവിടെ ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ടാണ് നമുക്കവിടെ ഒരു 1/2 hour അവർ തരും. അതിനുശേഷം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കാണുന്നതാണ് മക്രൂസ് ഹൗസ്. അപ്പോൾ ഇവരെ ഈ അതായത് ഈ കുതിരവണ്ടി ഓടിക്കുന്ന അവരെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ പറയുന്നത്. ഇതാണ് മക്രൂസ് ഹൗസ്. ഇതിൻ്റെ കുറേ ഹിസ്റ്ററികൾ പറഞ്ഞു. എത്രയോ വർഷത്തിന് മുമ്പ് ഇത്ര ഏക്കർ ഒരാൾ വാങ്ങിയിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വന്നിട്ട് ഒരു ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്ത കേട്ടോ ഈ ഹൗസ്. ഇപ്പോൾ ഇതിനകത്ത് ഗാർഡനാണ് മെയിനായിട്ടുള്ളത്. ഇതിനകത്ത് 52 ഗാർഡനേഴ്സ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ലാസ്റ്റ് ഇയറിൽ വിൻ്ററും ഐസ് ഫോളൊക്കെ കാരണം അത്ര ഗ്രേറ്റ് ആയിട്ടൊന്നും ഇപ്രാവശ്യം ഗാർഡൻ ഇല്ല. പക്ഷേ എല്ലാ കൊല്ലവും നല്ല പൂക്കളും, എനിക്ക് 45 or 46 ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അത്രയൊന്നും ഇല്ലെങ്കിലും
എങ്കിലും ഇപ്പോൾ എന്നാലും നിറയെ ഫ്ലവറുകളുണ്ട് ആ ഗാർഡനിൽ കേട്ടോ. ഈ ഹൗസ് ഓപ്പൺ ആക്കി കാണാനെന്നുള്ള ഒരു ഇത് കണ്ടില്ല, പക്ഷേ ഇതാണ് ഹൗസ് എന്ന് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ഇത് ഓപ്പൺ അല്ല, ഇതിനകത്ത് ആരും വിസിറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് അതിലൂടെയൊക്കെ പുറകെ കൂടെയൊക്കെ നടന്ന് നമ്മൾ ആ ഗാർഡനിലോട്ട് പോകുന്ന വഴിയാണ്. എൻ്റെ ബാക്കിലായിട്ടാണ് മക്രൂസ് ഹൗസിൻ്റെ ഗാർഡൻ. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാവട്ടെ കാണുന്നത്. ഇതാണ് ഗാർഡൻ. ഇതൊന്നും അല്ല ഗാർഡൻ, പക്ഷേ ഇതിൽ കൂടുതൽ ഫ്ലവേഴ്സും കാര്യങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പ്രാവശ്യം ഇത് കുറവാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് എത്രയോ 45-46 കളറിലുള്ള പൂക്കളുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഏകദേശം ഉണ്ട് കേട്ടോ, ഡിഫറെൻറ്റ് കളേഴ്സാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഞാനും കണ്ടേ കുറേ പൂക്കളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കണ്ടോ, നമുക്ക് കാണാൻ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് അവർ നന്നായിട്ട് ഒരു ചെടി മാത്രമല്ല, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചെടികൾ മിക്സ് ചെയ്താണ് ഇത് നട്ട് വളർത്തിയിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. എല്ലാ കളറുകളും കൂടി മിക്സായിട്ട് നിൽക്കുന്നതാണ് നല്ല രസം. ഇത്രയേ ഉള്ളൂ ഗാർഡൻ എന്ന് പറയാനായിട്ട്, പക്ഷേ നല്ലൊരു രസമായിരുന്നു ഇതിലൂടെ നടക്കാനും കാണാനും. സൈഡിലോട്ടൊക്കെ കുറേ പൂക്കൾ അവർ ഇങ്ങനെ, മെയിൻ തിങ് എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് കളേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ മേളിൽ, ആ ഗാർഡൻ്റെ തൊട്ട് മേളിലുണ്ട് ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. അങ്ങോട്ട് നടക്കാനുള്ളൊരു ഏരിയയാണ്. അതിൻ്റെ മേളിലോട്ടും കുറച്ച് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അതിലൂടെ നടന്നു, അത്രയേ ഉള്ളൂ. ഇത് കാണാനായിട്ട് അത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതിനുശേഷം ഞങ്ങൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ച് താഴോട്ട് പോയി. വരുന്ന വഴിക്ക് സൈക്കിൾ കണ്ടപ്പോൾ ചെറിയ മോന് ഭയങ്കര ആഗ്രഹം സൈക്കിളിൽ കയറാൻ. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് അവൻ സൈക്കിളിലൊക്കെ കയറി കുറച്ച് നേരം അവിടെ നിന്നു. വേറെ ഒരു ഗേളിനെ കണ്ടു അങ്ങ് പോയപ്പോൾ അവളുടെ സൈക്കിളിൽ അവനെ കയറണം, അതിന് വേണ്ടിയുള്ള ഒരു തിരക്കാണ് ഈ കാണുന്നത്. പിന്നെ ചക്കരമൊക്കെ പിടിച്ച് ഉരുട്ടിയൊക്കെ നോക്കുന്ന രസമാണ് കാണുന്നത്. ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോരുക, കാരണം നമുക്ക് ഹാഫ് ആൻ അവറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ച് നമ്മുടെ ജണ്ടിങ് കാർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തിനുള്ളിൽ അവിടെ ചെല്ലണം. അപ്പോൾ നമ്മൾ തിരിച്ച് അത് കയറാൻ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇതൊക്കെയാണ് പ്രത്യേകത സൈക്കിൾ. അതിൻ്റെ അകത്ത് ഇവർ സൈക്ലിങ്ങിനാണ് ആൾക്കാർ കൂടുതലുള്ളത്. സൈക്കിളിൻ്റെ അകത്ത് ഒരു സ്പേസ് വെച്ചേക്കുവാണെങ്കിൽ പിള്ളേരെ അതിൻ്റെ അകത്ത് ഇരുത്തിയിട്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. കാരണം ഇതിനകത്ത് നടക്കാൻ ഭയങ്കര പാട്, അത്രയും ദൂരം ഉണ്ടെന്ന് നടക്കാം. അപ്പോൾ സൈക്കിളും ക്യാരി ചെയ്യാനുള്ളൊരു ഏരിയയും കൂടി ഉണ്ടാവും. പിള്ളേരെ എല്ലാവരും അങ്ങനെയാണ് കണ്ടത് കേട്ടോ. ഞങ്ങൾ തിരിച്ച് കാറിൽ ജെന്നിങ് കാർ ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളത് കയറുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. കയറിയിരുന്ന് തിരിച്ച് പോകുന്ന കേട്ടോ കാണുന്നത്. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ ചോദിക്കുക, എങ്ങനെയുണ്ടായിരുന്നു ഗാർഡനൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണ്. അതാണ് ഇങ്ങനെ പറഞ്ഞു പതുക്കെ ഞങ്ങൾ പോവുക കേട്ടോ. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 1 hour ഉണ്ടായിരുന്നു. ടോട്ടൽ 1 hour ആണ്. 70 യൂറോയാണ് അവർ വാങ്ങുന്നത്. എനിക്കറിയില്ല, ഡിഫറെൻറ്റ് പേഴ്സൺസിന് ആൾക്കാർ കൂടുന്നതനുസരിച്ച് പൈസ കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളിപ്പോൾ 2 adultsഉം 3 kidsനാണ് അവർ 70 യൂറോ വാങ്ങിയത് കേട്ടോ. തിരിച്ച് പോകുമ്പോൾ എന്താ അവിടെയുള്ള ഓരോ ഏരിയകളൊക്കെ ഒരു ചെറിയൊരു തടാകമാണ് കാണുന്നത്. കൊച്ചിങ്ങനെ ചെറുതായിട്ട് വഴക്കുണ്ടാക്കി തുടങ്ങുന്നത്. ഇതൊരു മരം കേട്ടോ. ഇത് കാലിഫോർണിയയിൽ നിന്ന് നട്ടുപിടിപ്പിച്ചൊരു മരമാണെന്നാണ് പറഞ്ഞത്. എത്രയോ വർഷം പഴക്കമുള്ളൊരു മരമാണ്. പോകുന്ന വഴിക്കൊരു മാനിനെ കണ്ടു. അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചറും വീഡിയോ ഒക്കെ എടുത്തു. തിരിച്ച് കണ്ടു. ഇവിടെയാണ് ഇതെല്ലാം കൂടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത്. ഇങ്ങനെ ആൾക്കാരെ അവർ പിടിച്ച് കയറ്റുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാവർക്കും അതിനകത്ത് കയറാൻ എല്ലാവരെയും വിളിച്ച് കയറ്റുവാണ്. തിരക്ക് കൂടി വരും കേട്ടോ. രാവിലെ ആയിരുന്നുകൊണ്ടായിരുന്നു ഇത്ര തിരക്കിൽ. ഇപ്പോൾ തിരക്ക് കൂടി വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കയറ്റി വിടുന്ന കേട്ടോ നമ്മൾ ഈ കാണുന്നത്. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഒരു ദിവസം കാണാം.